ഒരു ബിരിയാണി പപ്പടവും മുട്ടയും ഇല്ലാതെ എങ്ങനെയാണ് ബിരിയാണി പറഞ്ഞത്? ഹായ് ഗൈസ്, ഗുഡ് മോർണിംഗ്. ഡേ 3 അറ്റ് കോയമ്പത്തൂർ. വീണ്ടും നമ്മൾ ഗീത ക്യാൻറ്റീനിൽ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് അടിക്കാൻ വന്നേക്കട്ടെ. ഇന്നലെ ഇവിടെ തന്നെ വന്നു. നമുക്ക് സീറ്റ് കിട്ടി. ടിഫിൻ എന്താച്ച് അപ്പം ഞാനാണ് നെയ്റോസ് കേട്ടോ. ഈ നെയ്റോസ് വെറും 40 രൂപ ഉള്ളൂ. അൺബിലീവബിൾ ആണത്. വെറും 40 രൂപ. ഇല്ലാട്ടാ നെയ്റോസ്റ്റ് ഇട്ടാ 40 രൂപ കൊല്ല കിടിലം മാസ സാധനം. നെയ്യൊക്കെ ഉപയോഗിച്ചേക്കണത് പ്രീമിയം നെയ്യ്, പ്യുവർ ഗീ എന്നൊക്കെ പറഞ്ഞാൽ പ്യുവർ ഗീ. ഈ നമ്മുടെ ശ്രീകൃഷ്ണ സ്വീറ്റ്സിലൊക്കെ പോയിട്ട് മൈസൂർ പാക്ക് കഴിക്കൂലേ, ഗീ മൈസൂർ പാക്ക്, അമ്മാതിരി ക്വാളിറ്റി നെയ്യ് കഴിച്ച് തീർത്തിട്ടാ. ഈ സാമ്പാർ മറ്റേ മധുരം ഇട്ട ടൈപ്പ്, ആന്ധ്രയിലൊക്കെ കിട്ടുന്ന ടൈപ്പ് സാമ്പാറില്ല, അതാണ്. ഇത് മറ്റേ കള്ളപ്പൊടിയല്ല ആ ടൈപ്പ് ചമ്മന്തിയാണ്. പക്ഷെ എനിക്ക് ഇതാ ഇഷ്ടപ്പെട്ടത്, ഈ ചമ്മന്തി ഇഷ്ടപ്പെട്ടത്. ഇന്ന് ഞായറാഴ്ചയാണ്, എന്നാലും ധനം ഓട്ടോ സ്റ്റോഴ്സ് ഉച്ചയ്ക്ക് 1 മണി വരെ ഉണ്ട്, രാവിലെ 9 മണി തൊട്ട്. ഞങ്ങൾക്ക് 2 ടയർ മേടിക്കാനുണ്ട്, 2 വീലറിൻ്റെ ആക്സസിൻ്റെ, അതും കൂടി മേടിക്കാനായിട്ട് വന്നതാണ് കേട്ടോ. ഒരു 2 വീലറിൻ്റെ സംഭവം ഇല്ല, ഞാൻ 2 വീലർ ഉണ്ടെന്ന് വിചാരിച്ചേട്ടാ. അതുപോലെ ടയർ മേടിക്കണമെങ്കിൽ ഈ റോഡിൻ്റെ അറ്റത്ത് മെയിൻ റോഡിൽ ചെന്നാൽ ടയർ കിട്ടും. മറ്റുള്ള സ്ഥലങ്ങളൊന്നും ടയർ കിട്ടില്ല. ഈ ചേട്ടൻ ഉച്ചയ്ക്ക് 1 മണി വരെ ടയർ കട തുറന്നിട്ടുണ്ടായിരുന്നു. നല്ലൊരു പ്രൈസിന് തന്നിട്ട് നമുക്ക് സിയറ്റിൻ്റെ 3 വരെ വാറണ്ടിയുള്ള ടയർ കിട്ടി. ബാക്ക് ടയർ തേഞ്ഞ് ഉപ്പാടാളിരിക്കണായിരുന്നു, അപ്പോഴാണ് നമുക്ക് നല്ല ടയർ കിട്ടി. ഇത് കുറച്ചുകൂടി ഗ്രിപ്പുള്ളൊരു മോഡലാണ്. ഞങ്ങൾ കോയമ്പത്തൂരിൽ നിന്ന് തിരിച്ചു കഴിഞ്ഞ വഴി നമ്മുടെ എയർപോർട്ടിനടുത്തുള്ള സൽക്കാരിൽ ഫുഡ് കഴിക്കാൻ കയറാനുണ്ടോ. അനുഭവം അനുഭവയുടെ അച്ഛനൊക്കെ കൂടി കോയമ്പത്തൂർ പോയതിൻ്റെ വീഡിയോസ് കണ്ടിട്ടില്ലേ, കണ്ടു നോക്കുക. അത് നമ്മൾ ഡിസ്ക്രിപ്ഷനിലും കമന്റിലും ഇട്ടേക്കാം. എല്ലാ തിരക്ക്. അപ്പോൾ ഇവിടെ പേര് പറഞ്ഞാൽ നമുക്ക് സീറ്റ് അലോട്ട് ചെയ്യുള്ളൂ. ഒരു ആൾക്കാരുണ്ട്. അന്യായ വലിയ ഡൈനിങ് സ്പേസാണ്, പക്ഷേ നിറച്ചാൽ ടേബിൾ അലോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 3 ചിക്കൻ ബിരിയാണി പറയാമെന്ന് വിചാരിച്ചു. ഇത്ര ദിവസം മട്ടണിൽ അയച്ചു, അപ്പോൾ ഇന്നൊന്ന് മാറ്റി പിടിക്കാം. ചിക്കൻ ഫ്രൈ. എനിക്കൊന്ന് ബീഫ് ബിരിയാണിക്ക് പറഞ്ഞാൽ ഇവിടെ ഇറച്ചി ചോറാണല്ലോ നോക്കാം. എൻ്റെ ഓർമ്മ ശരിയാണി അതാണ്, ഇവിടെ ഇറച്ചി ചോറാണുള്ളത്. അപ്പോൾ എന്തായാലും 2 ചിക്കൻ ബിരിയാണിയും 1 ഇറച്ചി ചോറും വന്നിട്ടുണ്ട് കേട്ടോ. നമ്മുടെ കൊച്ചി സ്റ്റൈൽ ഇറച്ചി ചോറ് പോലെയല്ല, വേറൊരു ടൈപ്പാണ്. കുഴപ്പമില്ല, കൊച്ചി കിട്ടുന്ന ടൈപ്പ് ഇറച്ചി ചോറല്ല, വേറെ ടൈപ്പാണ്. നല്ല എരിവുണ്ട്. ഒരു ഇത്ര ദിവസം നമ്മൾ കഴിച്ച തമിഴ്നാട് സ്റ്റൈൽ ബിരിയാണി ഇല്ലേ, ആ ഒരു ടൈപ്പ് സാധനം. ഇത് ഭയങ്കര മൈൽഡ് ടേസ്റ്റ് ആണ് അല്ലേ? ആ മല്ലി മസാല മല്ലിയാണത്. ഇത് മൊത്തം ഇറച്ചിയും സവാളയും ആ കൂട്ട. നല്ല സാലഡാണ് കേട്ടോ, നല്ല അടിപൊളി സാലഡ്. കച്ചമ്പർ എന്നും കൂടെ പറയും. ബിരിയാണി കഴിച്ചോട്ടെ കേട്ടോ, ചിക്കൻ എങ്ങനെയാണ് നോക്കാം. ചെറിയൊരു പീസുണ്ട്, നല്ല വെന്തറിണ്ടിരിക്കാൻ എന്തായാലും. നോക്കട്ടെ എങ്ങനെയാണ് നോക്കണം. മതി കഴിച്ചോട്ടെ കേട്ടോ. ആ ഇത് പക്ക കോഴിക്കോട് സ്റ്റൈൽ ബിരിയാണി. പക്ഷെ ഇത് ഞാൻ കോഴിക്കോട് പാരഗണിയിൽ നിന്ന് കഴിച്ചതിനേക്കാളും ഇത് കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടല്ലോ അല്ലേ? ഈ ബിരിയാണി പാർ ബെറ്ററാ ഞാൻ കോഴിക്കോട് നിന്ന് കഴിച്ചതിനേക്കാളും. ഡിസപ്പോയിന്റഡ് ആണ്. അതെന്താന്ന് പറയാ മാച്ചാ, മുട്ടയില്ല ഇവിടെ. ഈ നമ്മൾ ഇതുവരെ പോയ എല്ലാ കടയിലും ചിക്കൻ ബിരിയാണിക്ക് മുട്ട തന്നിട്ടുണ്ട്, ഇവിടെ ഒഴികെ അല്ലേ? അത് വലിയ ഡിസപ്പോയിൻമെന്റ് ആണ്. ഒരു ബിരിയാണി പപ്പടവും മുട്ടയും ഇല്ലാതെ എങ്ങനെയാണ് ബിരിയാണി പറഞ്ഞത്? അല്ല, പപ്പടം ഉണ്ട്, മുട്ടയും കൂടി തന്നാലല്ലേ അത് സെറ്റ് ആവുള്ളൂ. അത് മാത്രം ഒരു പോരായ്മയായിട്ട് എനിക്ക് ഫീൽ ചെയ്തേട്ടാ. ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞേട്ടാ, നല്ല ബിരിയാണി ആയിരുന്നു ആക്ച്വലി. എനിക്ക് എൻ്റെ ഏറ്റവും വലിയ ഡൗട്ട് എന്ന് വെച്ചാൽ നമ്മൾ കോഴിക്കോട് പോയി കഴിച്ച വേറെയുള്ള ബിരിയാണി തന്നെയല്ലേ ഇത്, പക്ഷെ ഇവിടെ എന്തൊരു ടേസ്റ്റ്. ഇതാണ് ബെറ്റർന്ന് എൻ്റെ അഭിപ്രായം. പേഴ്സണലി കോഴിക്കോട് പോയി കഴിച്ച ബിരിയാണി ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ, ഞാൻ പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അത് വെച്ച് നോക്കുമ്പോൾ ഇത് സൂപ്പറായിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. ഇത് കഴിച്ചു കൂടാണ്ട് ഞങ്ങൾ 2 ബിരിയാണി പാർസലും പറഞ്ഞു. കിച്ചൺ നല്ല അടിപൊളി നീറ്റാട്ടോ. അപ്പോൾ ഇത് ഇസ് അൺയൂഷ്വൽ, പക്ഷെ എന്നാലും എനിക്ക് പറയാതിരിക്കാൻ വയ്യ. ഇവിടെ തന്നെ ഹോട്ടലാണ് പാരഗൺ, കോഴിക്കോടുള്ളതും കൊച്ചിയിലുള്ളതും ഒക്കെ. പക്ഷെ അവിടെ എല്ലായിടത്തേക്കാളും എനിക്ക് ഇവിടുത്തെ ബിരിയാണി അത്യാവശ്യം നന്നായിട്ട് തോന്നി. ബാക്കി ഒരു സ്ഥലത്ത് എനിക്കങ്ങനെ ഇഷ്ടപ്പെട്ടിട്ടില്ല.
ദിസ് ഐ ഫെൽറ്റ് ഫാർ 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 ബെറ്റർ. ഇത് വേറെ ലെവൽ ബിരിയാണി അങ്ങനെ ഒന്നും ഞാൻ പറയാനുള്ള. ഇത് എൻ്റെ ടൈപ്പ് ഓഫ് ബിരിയാണി അല്ല ആക്ച്വലി. ചെറിയ റൈസാണ്, എനിക്ക് വലിയ താല്പര്യമില്ലാത്ത ബിരിയാണി. എന്നാലും തരക്കേടില്ലായിരുന്നു. അതായത് മറ്റുള്ളത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അടിപൊളി. എന്നാൽ എൻ്റെ ഒരു ബിരിയാണി ഇഷ്ടങ്ങൾ വെച്ച് നോക്കുമ്പോൾ കൊള്ളാം. അപ്പോൾ അനുപറ്റി ഇരിക്കാൻ ബെയർലി കുറച്ച് സ്ഥലമുള്ളൂ ഇതിനകത്ത്.